അമ്മേ, പോലീസ് എന്നെ അന്വേഷിച്ചായിരിക്കുമോ? കേസുണ്ടാക്കാൻ മാത്രമുള്ള അലമ്പൊന്നും ഇന്നലെ വെള്ളം അടിച്ചപ്പോൾ ഉണ്ടാക്കിയായിട്ട് ഓർക്കുന്നുമില്ല. പിന്നെ എന്തിനാണാവോ? അല്ലെങ്കിൽ ഇവറ്റകൾക്ക് എന്തെങ്കിലും കാര്യമാണോ വല്ലയിടത്തും വരാൻ? ഇറങ്ങി വരാൻ. എന്താ സാർ? എന്താ എന്റെ കയ്യില്? മാരകായുധമായിട്ടാണ് നിന്നെ നടപ്പ് അല്ലേ? അയ്യോ, ഇത് ഞാൻ നഖം വെട്ടാൻ എടുത്തതാ. എന്താണ് നീ ഞങ്ങളെ കണ്ടപ്പോ ഡാവിനകത്തേക്ക് വലിഞ്ഞത്? അത് പിന്നെ കാക്കി കുപ്പായം കാണുമ്പോഴുള്ള സഹജമായ ഉൾഭയം കൊണ്ടാ. എന്താ നിന്റെ പേര്? സ്റ്റീഫൻ. സ്റ്റീഫൻ തോമസ്. പേരും ഇവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. നമുക്ക് ഇവരെവിടെയെങ്കിലും കൊള്ളിക്കാം. അയ്യോ, വേറെ ആരുണ്ടാ അവിടെ? ലോനപ്പേട്ടൻ പള്ളിപ്പോയിരിക്ക. കുമ്പശാരിക്കാനായിരിക്കും. പിന്നെ ആരൊക്കെയാ? രാജു ഉണ്ട്. അല്ല, ഉണ്ടായിരുന്നു. ഇല്ല, ഉണ്ട്. ഇല്ല, പുറത്തേക്ക് പോയി. പിന്നെ അജയൻ. അജയനോ? അവനെവിടെ? അജയൻ ബാത്റൂമിൽ പോയിരിക്ക. നീ എന്താ നേരത്തെ പറയാതിരുന്നത്? അയ്യോ, അജയൻ അന്വേഷിച്ചാ വരുന്നതെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഓഹോ, അപ്പൊ ഞങ്ങൾ ആരന്വേഷിച്ചു വരുന്നതെന്ന് നിന്നെ മുൻകൂട്ടി അറിയിക്കണം അല്ലേ? എന്താ വേണ്ട, വിളിക്കണവനെ. ലോനപ്പേട്ടനെയോ? അജയനെ വിളിക്കണം. തെണ്ടി. അജയ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. കത്തി തരുമോ? എന്താ കത്തി തരുമോ? ഇറങ്ങി വേടാ. എടാ, ഇറങ്ങി വരാൻ. എന്റെ അജി ഒന്ന് വേഗം വന്നേ. താനാണ് അജയൻ അല്ലേ? അതെ സാർ. ഇങ്ങോട്ട് മാറി നിൽക്ക്. ജീപ്പി കാറ്. മനസ്സിലായില്ല സാർ. മനസ്സിലാക്കി തരാം. സ്റ്റേഷനിലേക്ക് ചെല്ലട്ടെ. അത് പിന്നെ എന്റെ പൊന്നും കൂട്ടാ തർക്കിച്ച് സമയം കളാതെ വേഗം ജീപ്പി കയറാ. ജി, തന്റെ ശുപാർശ ഞാൻ ചോദിച്ചില്ല. ജീപ്പി കാറ്. സ്റ്റീഫ, എനിക്ക് സമയമില്ല, സ്റ്റോക്ക് സപ്ലൈ ഉണ്ട്. പൊക്കോ പൊക്കോ. ജീപ്പി കാറടാ. സാർ, എന്റെ കത്തി തരുമോ? ഇയാളെ തനിക്കെന്തല്ല പ്രാന്തം? ഇത് എവിടുന്ന് വരണ്ടേ യോഗ പിശാചുകള്? പിന്നെ പോയിരിക്ക. ഇങ്ങോട്ട് കയറാ. ഇതെന്താ ഈ ചെക്കൻ എന്റെ സ്ഥലത്ത് കയറി? വണ്ടി വിട. പാവം ആജി, നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. എന്ത് ചെയ്യാ? അജയൻ അല്ലേ? അതെ. പാലമറ്റത്ത് പത്മനാഭക്കുറുപ്പിന്റെ മകൻ. ആദ്യ ഭാര്യയിലെ ഒരേ ഒരു സന്താനം. അച്ഛൻ ഈയിടെ രണ്ടാമതൊരു കല്യാണം കൂടെ കഴിച്ചു അല്ലേ? ഫൈസറിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവ് അല്ലേ? അതെ സാർ. ടേക്ക് ഹോം സാലറി 2000-ന് മേലെ, ശരിയല്ലേ? എന്താടാ ചിരിക്കുന്നത്? എന്നെ മനസ്സിലായോ? സാർ. ആരാ? സർക്കിൾ ഇൻസ്പെക്ടർ. അത് ഈ യൂണിഫോം കണ്ടാൽ ഏത് കൊശവനും മനസ്സിലാവും. എന്റെ പേരല്ലോ എനിക്ക്? കേശവള്ള. ഇടിയൻ കേശവപിള്ള. കേട്ടിട്ടുണ്ട്. ഇല്ലാതെ വരില്ല. എന്റെ മകൾ സതിയെ അറിയും അല്ലേ? അവളോട് ഇഷ്ടമാണ് അല്ലേ? അല്ല. എന്താ പറഞ്ഞേ? ഇഷ്ടമല്ലെന്നോ? അല്ലെന്ന് ചോദിച്ചാ അതെ. ഇടിയൻ കേശവപിള്ളയോട് വെറുതെ കയറി കളിക്കല്ലേ മോനെ. ലോക ചരിത്രത്തിൽ ഇന്നോളം ഒരുവൻ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ പ്രേമ സായുജ്യത്തിന് വേണ്ടി ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ടുണ്ടാവില്ലല്ലേ? നീ കാര്യം എന്താന്ന് വെച്ചാ പറയടാ. ഞാനൊരു രക്തസാക്ഷിയായി. സമ്മതിച്ചു. വളയ്ക്കാതെ കാര്യം പറയല്ലേ അജി. രക്തസാക്ഷി, രക്തസാക്ഷി. എടാ, നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലേ ഇടിയൻ കേശവൾ എന്നെ തൂക്കെടുത്തോണ്ട് പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? സംഗതി എന്തൊക്കെയാണെങ്കിലും പുള്ളി വളരെ സ്റ്റേറ്റ് ഫോർവേഡ് ആണ് കേട്ടോ. എനിക്ക് ആ ക്യാരക്ടർ അങ്ങ് ഇഷ്ടപ്പെട്ടു. മൂപ്പൻ എന്നെ മുന്നിൽ പിടിച്ചെടുത്തിട്ടൊരു ചോദ്യം: സതിയെ ഇഷ്ടമാണോ? കല്യാണം കഴിക്കാൻ തയ്യാറാണോ? നീ എന്ത് പറഞ്ഞു? ഞാനൊന്ന് വഴി നോക്കി. പുള്ളി ഉള്ള കാര്യം വളച്ചു കിട്ടാതെ നേരെ പോയി പറഞ്ഞു. ഇടിയൻ കേശവള്ളയുടെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരാരും
ഇന്നോളം ആ സ്റ്റേഷനിൽ നിന്ന് 2 കാലിൽ നടന്ന് പുറത്തു പോയിട്ടില്ല. എന്റെ അമ്മേ, എന്നിട്ട് നീ എങ്ങനെ രക്ഷപ്പെട്ടതാ? ഞാൻ കുരുതിക്ക് സമ്മതിച്ചു. നിനക്ക് പറ്റില്ല എന്ന് പറയാൻ മേലായിരുന്നോ? കാല് കിടാന്ന നിന്റെയാണോ? നിനക്കങ്ങനെ പറയാം. സതിയുടെ മൂത്ത 2 ചേച്ചിമാരുടെ കല്യാണവും ഇതുപോലെ പിടിച്ച പിടിയാലെ കസ്റ്റഡിയിൽ എടുത്താണ് ഇടിയൻ നടത്തിയത്ര. ഞാൻ അങ്ങ് സമ്മതിച്ചു. 1 മാസത്തിനകം തന്തപ്പടിയെ വിവരം അറിയിച്ച് സംഭവം നടത്തിക്കൊള്ളാമെന്ന ഉറപ്പിലാണ് ഇടിയനെ വിട്ടയച്ചത്. ഹലോ ഹലോ മിസ്റ്റർ ബാലൻ. ഏത് എക്സ്ക്യൂസ് മീ, ജസ്റ്റ് എ മിനിറ്റ്. ഷുവർ. വല്ലപ്പോഴൊരിക്കലും എവിടെങ്കിലും ആഹാരം കഴിക്കാൻ കയറും. അപ്പോ മനസ്സിന് ഇഷ്ടമുള്ളവരുടെ കൂടെ ആവുമ്പോ അതിന് സന്തോഷം ഒന്ന് വേറെയാ. കൂൾ ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളോ? കാര്യമായിട്ട് വല്ലതും മേടിച്ച് കഴിക്കുമോളെ? വേണ്ട, ഇത് മതി. എന്തിനാ മോളെ ഈ ബാലമാവനെ കാണുമ്പോ ഇങ്ങനെ ചൂളുന്നത്? നിനക്ക് എന്നെ അറിഞ്ഞൂടെ? വെൽ യങ് മാൻ, ഐ ആം ബാലൻ മേനോൻ, ഇന്ദുവിന്റെ അമ്മാവനാണ്. ഐ എം രാജു. രാജു, ഗുഡ്. ഇവൾ ഇന്ദു എനിക്കെന്റെ മകളെ പോലെയാ. സോ ഡിയർ ടു മീ. റിമെമ്പർ ദാറ്റ്. ഓക്കെ? ഓക്കെ സർ. എങ്ങോട്ട് പോടാ? എങ്ങോട്ട് വാ നീ? ഇതിനകത്തോട്ട് കയറി. കാണുന്നില്ല, എന്നെ പിടിച്ചോണ്ട് വന്നിട്ടില്ലേ? എല്ലാം കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? എന്നെ ചോദിക്കാൻ പറയാൻ ആരുമില്ലേ? എല്ലാം ചോദിപ്പിക്കാം. ഹലോ, ഓടിവായോ? കണ്ടോ? അയ്യോ, നടക്കണ അങ്ങോട്ട്. താൻ കഴിഞ്ഞ തവണ വന്നപ്പോ എന്ത് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത്? അത് പിന്നെ സാർ, അതായത് എന്താ ഓർമ്മയില്ലേ? ഇല്ലെങ്കിൽ പറ, ഓർമ്മിപ്പിക്കാം. വേണ്ട, ഓർമ്മയുണ്ട്. 1 മാസത്തിനെ അച്ഛനോട് പറഞ്ഞ് കാര്യങ്ങൾ ഉറപ്പിക്കാമെന്ന്. ഉറപ്പിക്കാമെന്നല്ല, നടത്താമെന്ന്. ആ. ഇന്നലെയായിരുന്നു 1 മാസം തികയുന്ന ദിവസം. ആ, ഇത്ര പെട്ടെന്നോ? ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞില്ല അല്ലേ? ഇന്നലെ വൈകിട്ട് 5 മണിക്ക് മുമ്പേ താൻ എന്റെ അടുക്കൽ വന്ന് വിവരം റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. ഇങ്ങോട്ടോക്ക്. ഈ കേശവപിള്ളയേക്കാളും ബുദ്ധി തനിക്കുണ്ടെന്നുള്ള വിചാരമുണ്ടെങ്കിലേ അതങ്ങ് ഉപേക്ഷിച്ചേക്ക്. വഴുതി മാറാനാണ് പ്ലാൻ ആണെങ്കിൽ അത് നടപ്പില്ല. എന്റെ അടുക്ക വേഷങ്ങൾ എടുത്താലുണ്ടല്ലോ മീറ്റ് മൈ വൈഫ് സതി. സതി, ഇതെല്ലാം എന്റെ റൂംമേറ്റ്സ് ആണ്. ഇത് മിസ്റ്റർ സ്റ്റീഫൻ, ഇത് ലോനപ്പേട്ടൻ. സതി, ഉള്ളിൽ കയറി ലെഫ്റ്റ് സൈഡിൽ ആദ്യം കാണുന്നതാണ് എന്റെ മുറി. എന്ത് പാടാ ഇത്? സിമ്പിൾ. ഇടിയൻ കേശവോട് തന്ന 1 മാസത്തെ കാലാവധി ഇന്നലെ കൊണ്ട് അവസാനിച്ചു. എന്നുവെച്ചാ മെയിൻ റോഡിൽ നിന്ന് പോലീസുകാർ തൂക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ചാരി നിർത്തി ഇടിയുന്ന ഒരൊറ്റ ചോദ്യം, ഒക്കോ ഇല്ലയോ എന്ന്. എന്റെ പൊന്നളിയ ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് സമ്മതിച്ചു. നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് വിട്ടു. ശുഭമുഹൂർത്തം കല്യാണം, മംഗളം. ഇതൊരു വല്ലാത്ത ചതിയായി പോയല്ലോ. ആദ്യമായിട്ട് നടക്കുന്ന ഒരു കല്യാണമാണ്. ഒരു കുപ്പിക്ക് വകയുണ്ടായിരുന്ന കേസാണ്. ഇവിടെ എടുത്ത പ്രാണവേദന, അതിന്റെ കുപ്പി. അജി, എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞു. പുറപ്പെടാം, വൈകൽ അച്ഛൻ വഴക്ക് പറയും. ഉത്തരവ്. ഭാര്യ വീട്ടിലേക്ക്. കഷ്ടം. പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് വരാൻ 1/2 മണിക്കൂർ പരോളിന് വിട്ടതാ. മുങ്ങിക്കളയാതിരിക്കാൻ അകമ്പടി. അജി, വരുന്നു. സ്റ്റീഫ, പോയിട്ട് വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. സോനപ്പേട്ട, കാണാം. ഗോഡ് ബ്ലെസ് യു.